നമസ്കാരം, അളിയൻ്റെ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് തകർത്തെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഏവർക്കും അളിയൻ്റെ റേഡിയോ ഒരു വിഷ് ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് നേരുന്നു. ഇന്ന് നമ്മളുടെ കൂടെ ഫ്ലോറിലുള്ളത് പാർവതി, നിതീഷ്, പിന്നെ മിഥുൻ. അപ്പം പാർവതി, നമ്മളുടെ ന്യൂ ഇയറിന് റെസൊല്യൂഷൻസൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമാണല്ലോ, ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ശരിക്കും അതിനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയത് ഒരു 5 വർഷമായുള്ളൂ. ന്യൂ ഇയർ റെസൊല്യൂഷൻ പണ്ടങ്ങനെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരിക്കാം, നമ്മൾ കേൾക്കാത്തതായിരിക്കാം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ന്യൂ ഇയറിൽ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ട് പാളിപ്പോയതോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാൻ പറ്റാഞ്ഞതൊക്കെ ഉണ്ടോ? ഏതെങ്കിലും ഒരു വർഷമല്ല, എല്ലാ വർഷവും എടുക്കാറുണ്ട്. ആണോ? പാളി പോകാറുണ്ട്. ഞാൻ എല്ലാ വർഷവും ഒന്നേ എടുക്കാറുള്ളൂ. കാരണം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനൊരു സ്വീറ്റ് ലവിങ് പേഴ്സണാണ്. സ്വീറ്റ് ഏത് രൂപത്തിൽ കണ്ടാലും കഴിക്കും. അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും വെയിറ്റ് കൂടുന്നു. ചെക്ക് ചെയ്യാൻ പേടിച്ചിട്ട് ചെയ്യാറില്ല. അങ്ങനെയില്ല, ചിലപ്പോൾ ഷുഗർ ഉണ്ടാവില്ല. ഒരുപാട് ഷുഗർ കഴിക്കുന്നവർക്ക് ഷുഗർ ഉണ്ടാവാറില്ല. അങ്ങനെ ആവട്ടെ. അങ്ങനെയുണ്ട്. ചിലർ പറയും എനിക്ക് എന്തോ പറഞ്ഞ് ഷുഗർ കഴിക്കണം, നിങ്ങൾക്ക് ഷുഗർ ഇല്ലേ? ചിലവർ പറയും അവരൊട്ട് ഷുഗർ കഴിക്കില്ല, പക്ഷെ അവർക്ക് ഷുഗർ ഉണ്ടാവും. എന്റെ പാരന്റ്സിനും ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഷുഗർ അത്യാവശ്യം നല്ലോണം കഴിക്കാറുണ്ട്. അപ്പോൾ ഷുഗർ വരാനുള്ള പ്രായമായി ഏകദേശം. ഇവിടെ പ്രായമായിരിക്കും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ കേക്കട്ടെ, അല്ലല്ല, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് വേണം എന്ന് തോന്നി തുടങ്ങുമ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് വെയിറ്റ് കൂടാൻ, അതെ, വെയിറ്റ് കൂടാൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ്, ഷുഗറാണ്. അപ്പൊ ഷുഗർ കട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. പിന്നെ ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത്. ഷുഗർ നല്ലോണം കഴിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങും ചായ വിത്തൗട്ട്. ഇപ്പൊ എന്താ വിത്തൗട്ട് ചായ കുടിച്ചാൽ എന്താ? ഒന്നുമില്ല, അങ്ങനെ തുടങ്ങും. രാവിലെ ആകുമ്പോൾ ചായ ഇട്ട് എന്നിട്ട് ഇച്ചിരി മധുരം ഇട്ടാൽ കുഴപ്പമില്ലല്ലേ, ചായയിലൊക്കെ ഒരു ഇച്ചിരി മധുരം ഇട്ടാൽ എന്തുവാ, അങ്ങനെ തുടങ്ങും. പിന്നെ ഫുഡ് ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വെപ്രാളമാണ്. ഒരു ചെറിയ പീസ് കേക്ക് കഴിക്കാൻ കുഴപ്പമില്ല. ചോറ് കഴിയുമ്പോൾ നമുക്കൊരു ക്രേവിങ്സ് വരും, എന്തെങ്കിലും ഇങ്ങനെ മധുരം കിട്ടാനുള്ള. എനിക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കണം, മറ്റേ കാവർത്തതോ. എനിക്കങ്ങനെ കുറയ്ക്കുന്നില്ല, സ്വീറ്റ് വേണം. അത് ഏത് രൂപത്തിൽ കിട്ടിയാലും മതി. പിന്നെ ടോഫീസ് അങ്ങനെ അധികം കഴിക്കാറില്ല. കേക്ക്, ഈ ഗുലാബ് ജാമുൻ അങ്ങനെ സാധനങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണും. അപ്പൊ എന്തെങ്കിലും അത് തന്നെ വേണമെന്നല്ല, സ്വീറ്റ് ആയിട്ടുള്ള. പക്ഷെ പഞ്ചസാര നിർത്തിന്നില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അത്ര വട്ടില്ല എനിക്ക്. എന്തെങ്കിലും കാണും. അത് ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ക്രേവിങ്സ് വരും. കുറച്ച് കഴിക്കാം, കുഴപ്പമില്ല, ഇത്ര കഴിച്ച എന്താവാനാ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ റെസൊല്യൂഷൻ എടുത്ത കാര്യം അങ്ങ് മറക്കും. സ്വീറ്റ് കട്ട് ചെയ്തു എന്നുള്ള കാര്യം അങ്ങ് മറന്നു. അങ്ങനെ എല്ലാ അയ്യോ ഇല്ല, പറ്റാറില്ല. അതല്ലേ ഇന്ന് തീരുമാനിക്കും, നാളെ തൊട്ട് ഇല്ല. പക്ഷെ രാവിലെ ചായ ഇടുമ്പോ തൊട്ട് കുറച്ച്. ഇതുവരെ ഞാനിപ്പോഴും ഈ വർഷം അത് തന്നെ എടുത്തിരിക്കുന്നേ. കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചായയുടെ മധുരം ഞാൻ കുറച്ചിട്ടുണ്ട്. ഇടുന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ, അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. വിത്തൗട്ട് ചായ ട്രൈ ചെയ്ത് ഒട്ടും പറ്റുന്നില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ പറ്റുന്നൊന്നും എനിക്കറിഞ്ഞൂടെ, കടിച്ചു പിടിച്ചൊക്കെ കുടിക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഈ ഞാൻ ചോറിനെ പ്രണയിക്കുന്നവനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് ഒരു പ്ലേറ്റിലൊക്കെ ചോറിട്ട് കഴിഞ്ഞാൽ ഈ 2 പറ ചോറൊക്കെ ഇടണം, ആ ടീമാണ്. അപ്പം വെയിറ്റ് അന്നേരം കൂടി കഴിഞ്ഞപ്പം പിന്നെ ചോറ് കഴിപ്പ് കുറയ്ക്കാന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ടത്. പക്ഷേ ആ ക്വാണ്ടിറ്റി നമ്മൾ എല്ലാ ദിവസവും കിട്ടുന്ന ആ ക്വാണ്ടിറ്റി കിട്ടിയില്ലേ, കുറച്ച് കഴിയുമ്പോൾ തലവേദന എടുക്കാൻ തുടങ്ങും. നമുക്കപ്പം മറ്റേ വട്ട് കയറും, ഒരു സൈക്കിക് വൈബ്രേഷൻ ഒക്കെ പറയുന്നില്ല, അതുപോലെയാണ്. കഴിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം വരും. അവസാനം ജൂബി എൻ്റെ വൈഫ് പറയും, വേണ്ട കഴിക്കണം, നോക്കാം എവിടെ വരെ പോകും നോക്കാമെന്ന് പറയും. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെയാണ്, ഭയങ്കര തലവേദന, ഒരു വിഡ്രോവൽ സിംറ്റം എന്നൊക്കെ വേണം പറയാം. അത് ആ ഒരു പീരീഡില്ല, അത് നമ്മുടെ ഒരു ക്രൂഷ്യൽ മൊമെന്റ്. അത് നമ്മൾ താണ്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എനിക്കുണ്ടായിരുന്നു വൈകിട്ട് ഒരു 5 മണി സമയത്തുള്ള ചായ എനിക്ക് മസ്റ്റാണ്. അത് എനിക്കൊരു വട്ടാവും. 5 മണി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓടും, ഞാൻ എന്തോ മിസ്സിങ് ഫീൽ ചെയ്തിട്ട് ഓടും. കുറച്ച് കഴിയുമ്പോഴേ ഓക്കെ ചായ കിട്ടിയില്ല, അതിന്റെയാണ് ഈ ബഹളം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വട്ടാ. ആ സമയത്ത് എന്ത് നമ്മൾ എടുത്ത് കഴിച്ചാലും നമുക്ക് എന്തോ മിസ്സിങ് ഫീൽ ചെയ്യും, എന്തോ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ എനിക്കത് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ നിർത്തി, മനഃപൂർവ്വം ചായ കുടിക്കാണ്ട് നിർത്തി. ഞാൻ 5 മണിക്ക് ചായ വേണ്ട എന്നുള്ളത് നിർത്തി. ഇപ്പൊ ഇല്ല, ഇപ്പൊ കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല. അപ്പോൾ ഇതുവരെ ന്യൂ ഇയർ ആയിട്ട്
ഏകദേശം ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടോ? പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ വർഷം ട്രൈ ചെയ്യേ. 2025 അല്ലേ, എൻ്റെ നാളെ മക്കളോടൊക്കെ പറയാം വലുതാകുള്ള അപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്ത് 2025-ലാണെന്നൊക്കെ. അപ്പൊ പിള്ളേരിക്കും അതിന് ഞങ്ങൾ എന്താണ് അപ്പോൾ പറയണം, കുറച്ച് പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്നാ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നോ? കളറാക്കിയോ? അതെ, അടിപൊളിയായിരുന്നു. നമ്മുടെ യുവത്തിന്റെ ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നു നമ്മള്. എന്തായാലും ഈ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും തകർത്തു. അതെ, എന്നാൽ ന്യൂ ഇയറിന്റെ ആ മാറ്റ് ഒട്ടും കുറയാതെ ഒരു പാട്ടിലേക്ക് പോകാം. ഓക്കെ, ആയിക്കോട്ടെ. വീടോളം നീ തെളിഞ്ഞുണരുണ്ണി, നാടോളം നീ വളര്, മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുണ്ണി, അമ്മയോളം നീ സഹിക്കുക. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാം. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചൂടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കോ നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചൂടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കോ നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. പാർവതി ഇതവണത്തെ റെസൊല്യൂഷൻ ഇതാണ്, ഷുഗർ കട്ടിങ് അല്ലേ? അതെ, അതെ. ഞാൻ ഇതവണ ജിമ്മിൽ പോകാന്ന് വിചാരിച്ചേ. അപ്പൊ ജിമ്മ് ലാസ്റ്റ് ഇയർ എല്ലാ മണ്ടന്മാരും ഏത് ന്യൂ ഇയറിനും പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പൊ 1-ാം തീയതി ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ജിമ്മിലും, ഇഷ്ടംമാതിരി പേരുണ്ടാവും. 2-ാം തീയതി കുഴപ്പമില്ല, 3-ാം തീയതി കുഴപ്പമില്ല, 4 തുടങ്ങി ഈ 100 പേരുള്ളത് കുറച്ച് 180 ആവും. പിന്നെ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ 70 ആവും. പിന്നെ ഇവരെ ഭാഗത്ത് കാണുപോലും ഇല്ല. ജിമ്മിന്റെ കാര്യം ഏറ്റവും വലിയ വൻ കോമഡിയോ അയ്യോ. നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. എന്നെ ഫ്രണ്ട്സ് ജിമ്മിൽ പോകാൻ തീരുമാനം എടുക്കുന്ന 1-ാം തീയതി ആയിരിക്കും. മറ്റേ കാര്യം പറയത്തില്ല, അതായത് എല്ലാ പൊങ്ങന്മാരും മുടി വെട്ടായിരിക്കുന്ന ചൊവ്വാഴ്ചയാണ്. അതുപോലെ തന്നെയാ. പിന്നെ രാത്രി നഖം വെട്ടാൻ പാടില്ല, അതുപോലത്തെ ഒരു സംഭവമാണ് ഇതും. അങ്ങനെ ജിമ്മിൽ ചേർന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല എത്രത്തോളം പ്രാവർത്തികമാണെന്ന്. ലാസ്റ്റ് ഇയർ ചേർന്നായിരുന്നു. ലാസ്റ്റ് ഇയർ ചേർന്ന് ഒരു ദിവസം പോയിന്ന്, സത്യം പറഞ്ഞ ഒരു ഡേ പോയിട്ട് പിന്നെ എനിക്ക് പോകാനേ പറ്റിയിട്ടില്ല. 6 മാസം ആയി കഴിഞ്ഞ 6 മാസത്തെ കോൺട്രാക്ട് ആണ്. ഇൻ ബിറ്റ്വീൻ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. നാട്ടിലെ പോലെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ പോയാലും പോയില്ലെങ്കിലും പൈസ കൊടുക്കണം. അതെ. അപ്പൊ അങ്ങനെ 6 മാസം കറക്റ്റ് ഒരു കാശ് ഞാൻ കൊടുത്തുട്ടോ, പേ ചെയ്തു, കറക്റ്റ് പേ ചെയ്തു. കണ്ടിപ്പോ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ വർഷം. അപ്പൊ അങ്ങനെ ഈ വർഷവും ചേർന്നിട്ടുണ്ട്. എവിടം വരെ പോകും. അതെ. അപ്പൊ ഈ തവണയും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ എന്നുള്ള രീതിയായിരിക്കും അല്ല. ഇവിടത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബിസിയാണ്, ടൈം കിട്ടുന്നില്ല. ഇപ്പൊ അപ്പൊ അങ്ങനെ 2 ദിവസം വന്ന് നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് പോകും. അതാണ് മെയിൻ. നമ്മളത് കണ്ടിന്യൂസ് പോയില്ലെങ്കിൽ നമ്മളത് ഫ്ലോപ്പായി പോകും. അപ്പം നമ്മൾ തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു മടി ഉണ്ടായിരിക്കുള്ളൂ, ഇന്ന് പോകണോ വേണ്ടേ, അതിന് വണ്ടി എടുത്ത് പോകണോ വേണ്ടേ. പക്ഷെ അതൊന്ന് പോയി കിട്ടിയ ഓക്കെ. പിന്നെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് പോകണം. അപ്പം അതിൻ്റെ ഒരു ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി
അതെ ബാക്കിയുള്ളവരും വലിയും. അപ്പൊ ഗ്രൂപ്പിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഗ്രൂപ്പ് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകും, രസമായിരിക്കും. കാരണം ഒരു 2-3 കൂടുതൽ പാടില്ല. കൂടുതലാണെങ്കിൽ പിന്നെ അവിടെ ചെന്ന് ഈ വർത്താനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുൾ വായ്ത്താളായിരിക്കും. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ നമ്മുടെ കോഴിക്കോട് മറ്റേ മിഠായി തെരുവിലെന്ന പോലെ നിങ്ങളൊരു 5-6 പേരില്ലേ, നമ്മുടെ അവിടെ നിന്ന് ഒരു പട വേറൊരു പട എല്ലാം കൂടെ അവിടെ ഇരുന്ന് മറ്റേ പഴംപുരാണം പറച്ചില്ല. വർക്കൗട്ട് ഒന്നും ഇല്ല, 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് വർത്താനം പറഞ്ഞു അങ്ങനെ അത് ചെയ്ത് വരും. ഈ വർഷത്തെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കഠിനമായ റെസൊല്യൂഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്ന അല്ല, അതല്ലാണ്ട് നമ്മുടെ ഒരു ക്യാരക്ടറിൽ നമ്മുടെ സ്വഭാവത്തിൽ എനിക്ക് കുറച്ച് മാറ്റം വരണം. ഇപ്പം നിതീഷ് ഒരു പരുക്കനായ കഥാപാത്രമാണെങ്കിൽ ജീവിതത്തിൽ എനിക്ക് പരുക്കനൊക്കെ വിട്ട് കുറച്ച് സ്വഭാവം നല്ലതാണ്, അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എടുക്കേണ്ട പറഞ്ഞ വിളിച്ചിട്ട് പോവാ. എനിക്ക് സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. എന്തെങ്കിലും ദുശീലം മാറ്റണം തോന്നിയിട്ടുണ്ടോ? ദുശീലങ്ങൾ പണ്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ, ഇപ്പൊ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും എടുക്കും. പിന്നെ ഫാമിലിയൊക്കെ ആയ പിന്നെ അത് ദുശീലം തന്നെ മാറി. അതൊരു ദുശീലം. ഫാമിലി ആകുമ്പോൾ കുറെ ദുശീലങ്ങൾ തന്നെ മാറും, സ്വിച്ച് ഇട്ട പോലെ മാറിക്കോളും. ശരിക്കും അതല്ല, അതായത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റായി നമ്മൾ ഇത്രയും കാലാകാലമായിട്ട് കൊണ്ടുപോകുന്നൊരു സംഭവം മാറ്റി പുതിയൊരു മനുഷ്യനാകുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനാൽ ഇതൊക്കെ ചെറിയ ചെറിയ ജിമ്മിൽ പോവുക, സ്വീറ്റ്, അതൊക്കെ ഒന്നും അല്ല ആക്ച്വലി. ചിലവര് ചിലപ്പോ ഒരു ലാസ്റ്റ് ഇയർ ഒരു പ്ലാൻ ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ വർഷം എന്തായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്തവരും രക്ഷപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ശരിക്കുള്ളത്. ഇതിപ്പോ സാധാ പണ്ടത്തെ ഒരു തലമുറ കൈമാറി എന്നുള്ളൊരു സംഭവം. എനിക്കറിയാം. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം പുള്ളി ഇപ്പൊ കാനഡയില. അപ്പം അവൻ ഇതുപോലെ എല്ലാ വർഷവും പ്ലാൻ ചെയ്യും. അതായത് കറക്റ്റ് പുള്ളി അത് ചെയ്യും. കാരണം പുള്ളി പറയും കുറച്ച് ഈ വർഷം ഞാൻ ഇത്ര പൈസ സേവ് ചെയ്യും, അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പം അവൻ കാനഡയിലൊക്കെ പോകുന്ന നേരത്ത് അവൻ്റെ സ്വന്തം പൈസയൊക്കെ എടുത്ത് കുറേ അങ്ങ് സേവ് ആയിരുന്നു. പക്ഷെ നമുക്കും അപ്പോൾ ഇവൻ ഇത് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ അല്ലേ. കാരണം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരു നാട്ടിലെ ഒരു 1000 രൂപയോ അല്ലെങ്കിൽ ഒരു 5000 രൂപയോ മാറ്റി വെക്കും. അതായത് അവൻ ചെയ്യുന്നത് വെച്ചാൽ സാലറി വരുമ്പം എത്രയാണ് അവൻ പ്ലാൻ ചെയ്തേക്കുന്നത്, 5000 രൂപയാണ് പ്ലാൻ ചെയ്തതെങ്കിൽ ആ 5000 രൂപ കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയായിരിക്കും അവൻ ചിലവാക്കുന്നത്. എന്തുണ്ടെങ്കിലും സേവിങ്സ് ഫസ്റ്റ് മാറ്റും, അല്ലാണ്ട് ചിലവ് നടത്തിയിട്ട് സേവ് ചെയ്യല്ലേ. അത് നടക്കാറില്ല. അപ്പോൾ നമുക്ക് ഇത് ഇറങ്ങിപ്പോകും. അപ്പോൾ അവൻ പറഞ്ഞാൽ ചിലവ് നടത്തിയിട്ട് സേവ് ചെയ്യുന്നതിനൊക്കെ നല്ലത് സേവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ സേവ് ചെയ്യുക, അത് മാറ്റിയിട്ട് ബാക്കി കൊണ്ട് ചിലവ് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ നിസ്സാരത കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ആള് നാട്ടിലായിരുന്നു പണം ചെയ്തത്, സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇച്ചിരി പോസിബിലിറ്റി ആണോ കാരണം എന്താ അറിയോ, സാലറി വരും, അപ്പൊ കുറെ ബിൽസ് ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ വൈഫൈ, ഫോൺ ബില്ല് എല്ലാം വരും. അപ്പൊ നമ്മൾ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചു. സപ്പോസ് നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ $1000 അല്ലെങ്കിൽ 2000 വന്നു വിചാരിക്കുക. നമ്മൾ അതിന് ഈ മിഥുൻ പറഞ്ഞ ഹാഫ് മാറ്റി ബാക്കി ഇട്ടു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ അതിലിപ്പോ പകുതി കാണാനില്ല, അവിടെ പോയി വാട്ടർ ബില്ലോ ഇലക്ട്രിസിറ്റി പോയി. അപ്പൊ ഇനി അടുത്ത 2 ബില്ലിന് നമ്മൾ അതിൽ നിർത്തി വീണ്ടും ഇതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യും. നമ്മുടെ സീരിയൽ സേവർ എന്ന് പറഞ്ഞൊരു പരിപാടി, അത് എനിക്ക് തോന്നുന്നു 3 ടൈംസ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ $10 ചാർജ് ചെയ്യും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് നിർത്തും. ഞങ്ങൾ ഇതുപോലെ സീരിയൽ സേവർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത് അവസാനം 3 പ്രാവശ്യം എടുക്കാം. 3 പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഡറായി. അതായത് ചെറിയ സംഭവം ഡോളറോ അല്ലെങ്കിൽ $100 ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ഇത്. പക്ഷെ അതൊരു എന്നോട് കൊണ്ട് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ വർഷം പറഞ്ഞത്, അതായത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എത്രയാണോ പാർട്ടിക്ക് ചിലവാക്കുന്നത് ആ പൈസ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നു പറഞ്ഞു. ഇപ്പം 50 രൂപയ്ക്ക് നമ്മളൊരു ലിറ്റർ അല്ലെങ്കിൽ ഒരു കള്ള് മേടിച്ചിരിക്കും. അപ്പോൾ $55 ആണെങ്കിൽ ആ $55 അക്കൗണ്ടിൽ നിന്ന് മാറ്റി വെക്കും. അങ്ങനെ പരിപാടി ആളും സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അവള് 55 രൂപ ഒന്നെങ്കിൽ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അത് സേവ് ആക്കുന്നു. നമ്മള് പിന്നെ 2 ലിറ്റർ വെള്ളം എടുത്ത് 100 രൂപ പോകും. കമ്പനി നഷ്ടമാണ്. പക്ഷെ അത് കുറച്ച് ഓടിച്ചു കേട്ടോ ജൂബി. കൊള്ളാം, നല്ലൊരു ഐഡിയ കേട്ടോ, നല്ലൊരു ഐഡിയ. അപ്പൊ ഞങ്ങള് ലിറ്ററിന്റെ എണ്ണം കുറച്ച് 2 കൂടെ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല കാര്യം. അപ്പൊ അത്രയും നിങ്ങൾ കുറച്ച് ഇത് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട് ഇതുപോലെ സേവിങ്ങിന്റെ കാര്യം എല്ലാ വർഷവും ചെയ്യും. അപ്പോൾ അവന്റെ മനസ്സിലൊരു ഓക്കെ എനിക്ക് ഇത്ര വർഷം ഒരു നാട്ടിലെ കണക്ക് വെച്ചാണെങ്കിൽ ഒരു 50,000 രൂപ ഈ വർഷം എനിക്ക് സേവ് ചെയ്യണം. അത് പുള്ളി കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. അത് ഞാൻ ഭയങ്കര ഒരു അവൻ്റെ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അങ്ങനെ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല ഒരിക്കലും. ഈ സേവിങ്സ് എന്ന് പറഞ്ഞ പരിപാടി മാനേജ്മെന്റ് സ്കില്ല് വേണം. അത് ചിലർ നന്നായി ചെയ്യുന്നവരുണ്ട്, ചിലവര് വളരെ മോശമായിട്ടുള്ളവരുണ്ട്. കാരണം ചിലവരെന്ന് വെച്ചാൽ എത്ര രൂപ കിട്ടിയാലും അവർക്ക് തികയാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന രീതിയാണ്. കാരണം
എനിക്ക് കൂടുതലും ഈ സ്റ്റുഡൻറ് സമയത്തൊക്കെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. അത് ചിലവരെന്ന് വെച്ചാൽ ആ കിട്ടുന്നത് കറക്റ്റ് മാനേജ് ചെയ്ത് പോകും. ചിലവർക്ക് സാലറി വരും, അത് ഫുൾ ചിലവ് ചെയ്തിട്ടേ പിന്നീടുള്ള സംഭവം ഉണ്ടാവില്ല അവർക്ക്. പിന്നെ അവർ നെക്സ്റ്റ് വീക്കിന് അവർ ആരുടെ നിന്നും ബോറോ ചെയ്തിട്ട് ഈ റോളിങ് സ്ട്രഗിളിംഗ് ആണ്. ഇപ്പം എസ്പെഷ്യലി ഇപ്പം ഭയങ്കര മോശമാണ്, ജോലി സാധ്യത എല്ലാം വളരെ ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര പാടുമാണ്. പക്ഷേ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സേവിങ്സിന്റെ പരിപാടി. പ്രത്യേകിച്ച് നമ്മളിപ്പം നീസ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നെങ്കിൽ ഇവിടെ അത്രയും ചിലവുണ്ട്. പക്ഷെ ആ ചിലവിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വർഷം, ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഒരു നല്ലൊരു തുക കാണും. പിന്നില്ലേ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ $20 $50 ജസ്റ്റ് മതി. അതൊരു ഹാബിറ്റ് പോലെ ആക്കാം. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ $20 മതി, എന്നാലും പ്രശ്നമില്ല. അപ്പോഴും ഒരു ഇയർ എത്ര രൂപയോ. അപ്പൊ നെക്സ്റ്റ് ഇയർ 2026 നോക്കുമ്പോ മന്ത്ലി തന്നെ ഒരു $100 മാറും സേവിങ്സ് ആയിട്ട്. അതൊരു നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പറ്റാറില്ല, എന്നാലും ആരെങ്കിലും ഒക്കെ കേൾക്കുന്നവർ ഒരു ഓർമ്മ തുടങ്ങട്ടെ. കാരണം ഇപ്പം നാളെ ഇപ്പം നിരീക്ഷ അറിയാലോ ഒരു വീട് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതൊക്കെ. അപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു $5,000 പോട്ടെ, $1,000 എങ്കിലും അതിൽ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു തുകയാണ്. ഒരു $1,000 വാട്ടവർ. ഇപ്പം $5,000 ഒക്കെ മേ ബി അല്ല സപ്പോസ് വേണം മറ്റേ ഈ ഒരു വീട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പേപ്പർ വർക്കും ലോയർ ഫീയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാം ഈ കാശ്. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഒരു സംഭവമായിരുന്നു വീട് വെച്ചത് നാട്ടിൽ. അപ്പം അതൊരു ഈ വർഷം തന്നെ തീർക്കണം, അതായത് ക്രിസ്മസിന് അല്ല ന്യൂ ഇയറിന് മുമ്പ് തീർക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. സംഭവം ലാസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് കേട്ടോ. തീർച്ചയായിട്ടും. അയ്യോ തന്നെ തീർക്കാൻ പറ്റി. ഇനി 2025 പുതിയ എന്തെങ്കിലും വള്ളി വരും. അങ്ങനെയാണല്ലോ ലൈഫ്. ഇപ്പൊ നാട്ടിലൊരു വീടായല്ലോ, ഇനിയിപ്പോ ഇവിടെ ഒരു വീടാവട്ടെ. ആവട്ടെ. അതിന് വേണ്ടിട്ട് അതൊന്നും ഇല്ല, ഒന്ന് ശ്വാസം വിടട്ടെ. അപ്പോൾ ഇനി നിതീഷ് അപ്പം ഇനി എല്ലാ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ജിമ്മല്ലേ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, നെക്സ്റ്റ് ടൈം പറയാം അത് കണ്ടിന്യൂ ചെയ്തോ ഡ്രോപ്പ് ചെയ്തത് എന്നൊരു ആ ജിമ്മിന്റെ ഒരു പവർ കാണിക്കും ഒരു പാട്ട് പാടിയില്ല. അതിനെ തീർച്ചയായിട്ടും നോക്കാം നമുക്ക്. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളും മോന്തി. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളും മോന്തി. ആടി എപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. ആടി എപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. പായലൊരു പറ നെല്ലു പൊളിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചില് മാരൊടി പെണ്ണേ. കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചില് മാരൊടി പെണ്ണേ. ഇപ്പ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചെറുദേവി പെണ്ണേ. ഇപ്പ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചെറുദേവി പെണ്ണേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊളിച്ച്
കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മവന്മാര് പൊന്നേ. നിതീഷേ, അതായത് ഇനിയിപ്പം എൻ്റെ ഒരു കാര്യം കൂടെ പറയാനുള്ളല്ലോ. അല്ല ഇപ്പൊ നീ ഞങ്ങളുടെ രണ്ടുപേരെ കഥ കേട്ടുല്ലോ, ഞാനും പറഞ്ഞു പുച്ഛിച്ച് തള്ളി. ഷുഗറും ജിമ്മൊക്കെ എല്ലാവരും ചെയ്യുന്ന നിസാരാണ്. നീ എന്തെടുത്താണേ? അല്ലടാ, ഞാൻ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുവരെ ഞാൻ എടുക്കാത്തൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സേവ് ചെയ്യണം എന്നുള്ള ഒരു, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം കഴിഞ്ഞ വർഷം വീട് പണി കഴിഞ്ഞു. അപ്പം അതിന് വീടൊക്കെ മുടക്കുന്ന കാശ്, നാട്ടിൽ വീടെ മുടക്കുന്ന കാശ് തിരിച്ചിട്ടാത്ത പൈസയാണല്ലോ. അപ്പം അതാണ്, അത് അസറ്റല്ല, അത് വേസ്റ്റ് ഓഫ് മണിയാണ്. അതായത് അത് ആർക്കും ഇല്ലാണ്ട് പോയി. വീട് പണിതെന്നല്ലേ ഉള്ളൂ. ആ വീട് വിറ്റെങ്കിൽ നമുക്ക് അസറ്റാണ്. അതായത് നമ്മൾ ഇറക്കുന്ന പൈസ അസറ്റപ്പെടാവുന്നത്, നമ്മൾ ഇറക്കുന്ന പൈസ തിരിച്ച് ലാഭത്തോടുകൂടി കിട്ടുമ്പോഴാണ് അസറ്റ് ആകുന്നത്. ഇതിൽ ലാഭം ഡെഡ് മണിയാണ്. അതിലൊന്നും ചെയ്യുന്നില്ല. പ്രോപ്പർട്ടി, ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ലാഭമില്ല. പക്ഷെ പാർവതി ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഇൻ കേസ് ഇപ്പം നമ്മുടെ വീട് നാട്ടിൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് എടുത്താൽ, ഇപ്പം ഞാൻ ആ വീട് ആരും റെൻറ്റിന് കൊടുത്തു വെച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ മാസം ഏകദേശം ഒരു 20,000-25,000 രൂപയോളം, ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് 30,000 രൂപ വരെ ആ വീടിന് റെൻറ്റ് കിട്ടും. അങ്ങനെ ഞാൻ റെൻറ്റിന് കൊടുത്ത് അവരെ താമസിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് അസറ്റാന്ന് പറയാം. അല്ല, അത് പറ്റത്തില്ല. അതെ, അത് അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ആ റെൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ വീടുണ്ടാക്കണം. റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ ഒരു ആഗ്രഹപ്പുറത്ത് ഉണ്ടാക്കിയ വീടാണ്. അല്ല, നിങ്ങൾ നാട്ടിൽ പോകുമ്പം അത്ര നാളത്തേക്ക് അങ്ങനെ നമ്മള് 1 ഇയർ, അപ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോകണവരാണെങ്കിൽ അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവര് മാറേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെക്കുമ്പോൾ നോർമലി ആരും എടുക്കില്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം വീട്ടിലെ ഇപ്പം ഇവിടുത്തെ കാര്യം ഒക്കെയാണ്. നാട്ടിൽ നമ്മൾ വീടായി മുടക്കുന്ന പൈസ എപ്പോഴും ഡെഡ് മണിയാണ്. പിന്നെ ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. എല്ലാവരും ജീവിക്കുന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പുറത്തും കാര്യങ്ങളൊക്കെയാണ്. ഓരോ വർഷം നമുക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ. അപ്പോൾ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ജീവിതത്തിലെ എൻ്റെ, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ സക്സസ്ഫുൾ മാൻ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഞാനായിരിക്കും, എൻ്റെ കാര്യം വെച്ച് പറയുമ്പോൾ. അതായത് ആ ഒരു ആഗ്രഹം തീർക്കുക, അതിനകത്ത് പിന്നെ പൈസ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വീടെന്നൊരു സ്വപ്നം കണ്ടു, ആ ഒരു ഇയർ തന്നെ നമുക്ക് പുതിയ വർഷം തുടങ്ങിയപ്പോൾ പുതിയ വീട് എന്നുള്ള ഒരു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇനി അത്രയും പൈസ ആ വീടിനെ മുടക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം, ഇനി ഇതിപ്പം വേണ്ട, നടപടിയാകത്തില്ല. ഇനി എന്തെങ്കിലും ഒരു സേവിങ്സ് എന്നുള്ളൊരു ഒരു റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഈ വർഷം തൊട്ടിട്ട് ഇതുവരെ ഒന്നും മാറ്റാൻ പറ്റിയില്ല. ആദ്യം മികച്ച വീടിൻ്റെ കണക്കാണെന്ന് തീർക്കട്ടെ. അപ്പോൾ ഈ വർഷം തൊട്ട് കുറച്ച് പൈസ ഞാനും ജൂവിയും കൂടെ സംയുക്തമായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് ഈ വർഷം തൊട്ട് കുറച്ച് പൈസ മാറ്റി വെക്കണം. അതിവിടെ വീട് മേടിക്കാനുള്ള പ്ലാനിലൊന്നുമല്ല, എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഒന്ന് സേവ് ചെയ്യുക എന്നുള്ളൊരു, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു റെസൊല്യൂഷൻ. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം കുറച്ച് ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ 2 മാസം സാലറി കിട്ടട്ടെ. അത് പറഞ്ഞപ്പോഴാണ് ഞാനും സാൻഡി ഉണ്ട് കേട്ടോ, ഈ ഒരു പ്ലാൻ ഉണ്ട്. സാൻഡി ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ആദ്യം തീരട്ടെ, പയ്യെ നമ്മളിപ്പം കിവി സേവറിന്റെ തന്നെ പെർസെന്റേജ് കൂട്ടിയിടാം, അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. സേവർ ഉണ്ട്, പക്ഷെ മിനിമത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്ലോസ് ചെയ്താൽ പിന്നെ കൂടുതൽ സേവ് ചെയ്ത് തുടങ്ങാം. ഞങ്ങളുടെ പ്ലാൻ പിന്നെ ഞാൻ എൻ്റെ മെച്ചുറായി ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായി. എൻ്റെ പ്ലാനും അത് തന്നെയാണ്. അതായത് ഞങ്ങളുടെ പ്ലാൻ ഇത് തന്നെയാണ്. അതായത് ന്യൂ ഇയറിൻ്റെ ഏറ്റവും നമുക്ക് ഗുണമുള്ളൊരു പ്ലാനായിട്ട് തോന്നിയത്, അതായത് ഈ ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഉള്ള ക്രെഡിറ്റ് കാർഡുകളൊക്കെ ക്ലോസ് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് ഒന്ന് ക്ലിയർ ആക്കുക. ഇല്ലേ മറ്റേ എന്നെയൊക്കെ, ഞാനൊക്കെ വാണ്ടിയുടെ പുള്ളിയാണ്, ബിസിനസ്സിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവന് ലാഭമൊട്ടെങ്കിൽ പിടിച്ചെന്ന് പറയും. അപ്പം ആദ്യം ആ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിവി സേവറിൻ്റെ ഇപ്പോൾ 5% 10% ആക്കുക 2 പേരെ. അപ്പം അതവിടെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇതേപോലെ അത് കൂടാണ്ട് തന്നെ വേറെ കുറച്ച് പൈസ അങ്ങനെ സേവ് ചെയ്യുക. പിന്നെ പീസ്ഫുള്ളായിട്ട് പഴയ പോലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ടും പാട്ടും ഡാൻസും കേട്ട് അടിച്ച് വിളിച്ച് പോകുക എന്നുള്ള, അപ്പോൾ സൈഡിൽ കൂടെ അതെല്ലാം ക്ലീനായിട്ട് പൊക്കോളും. അപ്പം അതാണ്. അപ്പം തുടങ്ങിയിട്ടില്ല, അതിലേക്ക് ക്രെഡിറ്റ് കാർഡുകൾ തീർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായില്ല.
അപ്പോൾ വേണമെങ്കിൽ ജിം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇതങ്ങോട്ട് ചേരാം. അത് നല്ല അല്ല, ജിമ്മ് ഒഴിവാക്കാണ്ട് അല്ല, health നമ്മുടെ കൊണ്ട് ചാര ഷാപ്പിന്റെ ഊടി health നമ്മള് വേണം. അല്ല, ഇതിപ്പോ ഇപ്പൊ ജിം എങ്ങനെ ഫ്ലോപ്പ് ആവുന്നുള്ള ഒരു ഫ്ലോപ്പ് ആവും തീർച്ചയായും. ഉറപ്പല്ലേ? അപ്പൊ അതിന് വേദന നൈസായിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഇതങ്ങ് തുടങ്ങാം. ഇത് ഒരു മണി ആ ജിമ്മിന്റെ കാശ് എടുത്ത് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം. അത് തന്നെ ഇനി നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടേ $43 പോകുന്നുണ്ടല്ലോ, അപ്പൊ അതെടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. എങ്ങനെയുണ്ട്? അത് നല്ല കാര്യം. പക്ഷെ ആരോഗ്യം കൂടെ നോക്കണം. നിതീഷ് പിന്നെ ആൻസ് കിച്ചൺ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം പിന്നെ ചെമ്പിനിട്ട് 2 ഇളക്കിളക്കുമ്പോൾ ജിമ്മിൽ പോകുന്നതിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ അതായത് എന്നാ നമ്മളുടെ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഇപ്പോൾ ഈ സേവിങ്സിനെ പറ്റിയിട്ട് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വന്ന സ്ഥിതിക്ക് പറയുകയാണ്, നമ്മളുടെ കേൾവിക്കാർക്കും ഈ വർഷം സേവ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഈ സംസാരിച്ച വാക്കുകളൊക്കെ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സേവിങ്സും പണം പോട്ടെ പ്രതാപം വരട്ടെ എന്ന് മാറിയിട്ട് പണം വരട്ടെ, രണ്ടും വരട്ടെ. പണം വന്ന പ്രതാപം വരും. അങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയൊരു പരിപാടി ഏറ്റെടുത്തിട്ടില്ല. അതായത് സേവിങ്സിൻ്റെ ഒരു പരിപാടി ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തൊട്ട് ഈ 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വർഷം ഇതിനൊരു നമുക്കൊരു കോടീശ്വരനായിട്ട് കാണാം. അത് പറയുമ്പോൾ അപ്പം ഇതിന്റെ ഒരു പാട്ട് കേൾക്കാല്ലേ? തീർച്ചയായിട്ടും. കാണാ പൊന്നും മിന്നും കെട്ടി കളനൂപുര താളം കൊട്ടി കാതിൽ പൂവൽ കമ്മൽ ചാർത്തി കളവേടി വന്നാട്ടെ കൊന്നപ്പൂവാൽ കന്നിക്കോടി ആലിലയാൽ പീലിത്താലി കന്നിപ്പെണ്ണെ നിന്നെ ചാർത്താൻ കാറ്റിൻ്റെ കസ്തൂരി മൈലാഞ്ചിക്കൈയിൽ പൂവിതൾ വളയുമായി അലിപോലും നെഞ്ചിൽ തൂനിലാ കുളിരുമായി ഇതുവഴി വരവേ നിനക്കു നേരാം മംഗള സൗഭാഗ്യം. കുന്നിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ മണിത്തിങ്കൾ തേരിൽ വരനുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടണിഞ്ഞൊരുങ്ങ് നനവുള്ള നാണം മുളയ്ക്കുന്ന കണ്ണിൽ മഴമുകിൽ മഷിയെഴുത് കുനുകുന വേർക്കും കുളിർനെറ്റിത്തടത്തിൽ കുങ്കുമക്കുറിയെഴുത് കുന്നിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ മണിത്തിങ്കൾ തേരിൽ വരനുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടണിഞ്ഞൊരുങ്ങ്. അപ്പോൾ അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ പറഞ്ഞ് സമയം പോയി അറിഞ്ഞില്ല. നമ്മുടെ പ്രോഗ്രാം ഏകദേശം അതിൻ്റെ പേ സമയമായി. അതോടൊപ്പം 1-2 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാനുണ്ട്. അതായത് നമ്മൾ ഏകദേശം കഥ പറഞ്ഞും പാട്ടുപാടിയൊക്കെ ഏകദേശം ഇന്നിവിടെ നിൽക്കുന്നത് 15ാമത്തെ എപ്പിസോഡിലാണ്. സോ അതിന് ഞങ്ങളുടെ കൂടെ ഈ ഒരു ജേണിയിൽ ഉണ്ടായിരുന്ന നിങ്ങളെ ഒരുപാട് താങ്ക് യു അല്ലേ പറു. അതായത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 15 എപ്പിസോഡ് കഴിഞ്ഞു. അത് നമ്മളൊരു തട്ടുമ്പുറത്തിനും അളിയൻ റേഡിയോയ്ക്ക് ഒരു പൊന്തുവൽ കൂടിയാണ്. അതായത് 15 എപ്പിസോഡ് പോകുന്ന നിസ്സാര കാര്യമല്ല, നമുക്കറിയാം. അതിൻ്റെ പിന്നിലുള്ള ഒരു വർക്കിനും എഫേർട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം കളഞ്ഞ് ഈ സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ വന്നിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള നിങ്ങൾ തന്നേക്കുന്ന യൂട്യൂബിലൂടെ നമുക്ക് വരുന്ന കമൻസുകളും പിന്നെ അതല്ലാണ്ട് തന്നെ പേഴ്സണലി വിളിക്കുന്നതും കേൾക്കുന്നുണ്ടെന്ന് പറയുന്നതും ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടുന്നതൊക്കെ ഭയങ്കര, അതാണ് ഞങ്ങൾക്ക് 15 എപ്പിസോഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രചോദനം തന്നെ. അപ്പം അതോടൊപ്പം തന്നെ ഈ വരുന്ന അടുത്ത എപ്പിസോഡുകൾ നമ്മളുടെ ഈ പ്രോഗ്രാമിനൊരു റീസ്ട്രക്ചറിങ് നമ്മൾ ചെയ്യുകയാണ്. അതായത് ഇനി നമ്മൾ അങ്ങോട്ട് ഇതുവരെ നമ്മൾ ഇത്രയും 15 എപ്പിസോഡ് പറഞ്ഞ് നമ്മുടെ പേഴ്സണൽ ലൈഫ് നടന്ന കുറച്ച് കാര്യങ്ങളും കഥകളും ഒക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു, ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരു ഡിബേറ്റ് മോഡൽ ഒരു ചർച്ചയായിരിക്കും. ആ ചർച്ചയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് അടിവെച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം നിങ്ങൾക്കും അതിൻ്റെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂട്യൂബിലും കമൻറ്റുകൾ അറിയിക്കാം. ആ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, നിങ്ങളെ കൂടെ ഉൾപ്പെടിക്കുകയാണ്. രസകരമായ കമൻറ്റുകൾ നമ്മൾ വെൽക്കം ചെയ്യുന്നു. അപ്പം ട്രാക്ക് മാറ്റുകയാണ്, പുളിച്ചേർത്തെ ട്രാക്ക് മാറ്റ്. അപ്പോൾ ട്രാക്ക് മാറ്റാനുള്ള സമയമായി പുതിയ ഫേസിൽ.
അളിയൻ്റെ റേഡിയോ ഇനിയുള്ള പുതിയ എപ്പിസോഡിൽ വരും. ഓൾഡ് ഫേസ്. അപ്പം അങ്ങനെ അളിയൻ്റെ റേഡിയോ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ടീം തട്ടുമ്പുറം, അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.